പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ കുറേ നാളുകളായി ഓൺലൈൻ ക്ലാസ്സിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഹിന്ദി പഠിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാവിധ സഹായങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ ഹിന്ദിയുടെ ആദ്യ യൂണിറ്റിലെ 2 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, സന്തോഷ് സഹാനി എഴുതിയ ഗുൽമോഹർ കാ ജന്മദിൻ. മറ്റൊന്ന്, हम सब सुमन एक उपवन के. प्यारे बच्चों, हमने हिंदी की एक इकाई को पूरा कर लिया है. आप जानते हैं उसमें 2 पाठ है. पहला गुलमोहर का जन्मदिन और दूसरा हम सब सुमन एक उपवन के. देखिए, गुलमोहर का जन्मदिन नामक पाठ प्रकृति संरक्षण की आवश्यकता पर बल देती हुई कहानी थी. हम सब सुमन एक उपवन के एक कविता एकता से ही दुनिया का कल्याण संभव है ये संदेश देती है. കുട്ടികളെ, പ്രകൃതി സംരക്ഷണം അനിവാര്യമാണ് എന്ന സന്ദേശമാണ് ഗുൽമോഹർ കാ ജന്മദിൻ എന്ന പാഠത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ ഭൂമിയിൽ നന്മ ഉണ്ടാവത്തുള്ളൂ എന്ന സന്ദേശമാണ് ഹം സബ് സുമൻ ഏക് ഉപവൻ കെ എന്ന കവിതയിലൂടെ കവി പറയുന്നത്. ഗുൽമോഹർ കാ ജന്മദിൻ में हमने गुलमोहर के पेड़ से प्यार करने वाली मीना को देखा. फूल न खिलने पर पेड़ को कटवाने का निश्चय करने वाली मां को भी देखा, लेकिन मीना ने अपने विश्वास के बल पर उसे बचाया. 5 साल बाद जब गुलमोहर के पेड़ में फूल आया, तब मीना ने उसका जन्मदिन मना लिया. कहानीकार ने प्रकृति के संरक्षण का जो संदेश दिया है उसे बच्चों ने खुले दिल से स्वीकार किया है. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന സന്ദേശം മനോഹരമായിട്ടുള്ള ഒരു കഥയിലൂടെ അവതരിപ്പിക്കുന്നതിൽ കഥാകാരൻ വിജയിച്ചു എന്ന് തന്നെ പറയാം, അല്ലേ? 5 വർഷമായിട്ടും പൂക്കാത്ത ഗുൽമോഹർ മുറിക്കപ്പെടും എന്നറിഞ്ഞപ്പോൾ മീനയുടെ സങ്കടം അത് നമ്മുടെ സങ്കടമായി മാറി. ഒടുവിൽ പൂവിട്ട വാഗമരത്തിൻ്റെ 5ാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ നമ്മളും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. ബധായി കാർഡ് ബനാത്തെ ബനാത്തെ हमने കഹാനി शुरू की थी. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്കൊരു ബധായി കാർഡ് നിർമ്മിച്ചാലോ? അതെ, ആശംസാ കാർഡ്. നിങ്ങൾ റെഡിയാണോ? എങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൻ്റെ കുറച്ച് ഭാഗമോ ക്രാഫ്റ്റ് പേപ്പറോ എടുക്കാമോ? വലിയ പേപ്പർ വേണ്ട, A4 സൈസിൻ്റെ പകുതിയായാലും മതി. ദേ, ആ പേപ്പർ നിങ്ങൾ
നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കൂടുതൽ ഭംഗിയാക്കാം. എടുത്തുവോ? നോക്കൂ, ഇതേപോലത്തെ ഒരു കാർഡ്. ഇനി ആശംസാ കാർഡിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താ? സംബോധൻ. ശരി, ഞാനിവിടെ അത് എഴുതാം. പ്രിയമിത്ര സോനു. കണ്ടുവോ? സോനുവിനാണ് ആശംസാ കാർഡ് അയക്കുന്നത്. അടുത്ത ഇനി എന്താ? അതെ, സന്ദേശം അയക്കണം. ഒരു ആശംസാ സന്ദേശം സോനുവിൻ്റെ ജന്മദിനത്തിന്. അപ്പോൾ നമ്മൾ പഠിച്ചുവല്ലോ നേരത്തെ ഒരാശംസ, അത് തന്നെ പറയാം അല്ലേ? ജന്മദിൻ കി ബധായി ഹോ. നോക്കൂ, അതിൽ ആശംസ സന്ദേശവും ആയി. ദേ ഇങ്ങനെ. ഇനി എന്താ? ഇനി ആരാണ് അയക്കുന്നത് അല്ലേ? സോനുവിന് ആരയക്കുന്നത്? അതാണ് സ്വനിർദ്ദേശിൽ. തുമ്ഹാരാ ദോസ്ത് രമേശ്. കണ്ടോ? രമേശാണ് സോനുവിന് ആശംസാ കാർഡ് അയക്കുന്നത്. ഇനി എന്താ വേണ്ടത്? ഒരാശംസാ കാർഡല്ലേ, ഒരു ചിത്രമൊക്കെ ആയാലോ? നോക്കൂ, ദേ ഒരു പൂവിൻ്റെ ചിത്രം. പിന്നെയോ ജന്മദിനത്തിന് ഒരു കേക്ക് ചിത്രം നന്നായിരിക്കും അല്ലേ? ദേ ഒരു കേക്കുമായി. സൂപ്പറായി. ഇപ്പൊ നോക്കൂ, ഇതൊരു ആശംസാ കാർഡായി മാറി. ഇതിന് നിങ്ങൾക്ക് ഇതിനേക്കാളും ഭംഗിയായി കൂടുതൽ നിറങ്ങളോ ബലൂണോ ചിത്രങ്ങളോ ഒക്കെ ചേർത്ത് എന്ത് ചെയ്യാം? നല്ല മനോഹരമാക്കാം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ കൂട്ടുകാർക്കായി ഒരു ബധായി കാർഡ് ഉണ്ടാക്കുമല്ലോ? ഉണ്ടാക്കണം കേട്ടോ. ശരി. कहानी सुन सुनकर हमने निमंत्रण पत्र लिखा है, एड्रेस है, पता है, तो घर का नाम है, स्थान और तारीख है। स्थान है मुंबई और तारीख भी है। संबोधन है, विषय है और स्वनिर्देश है। पता का अर्थ तो आप जानते हैं, एड्रेस जो हम कहते हैं। यहां पता क्या है? देखिए, कश्यप निवास, जूहू, मुंबई, यह है पता। मुंबई के जूहू स्थान से कश्यप निवास वो घर का नाम है, यह है पता। यहां संबोधन क्या है? बोलिए। प्रिय निर्मल। निर्मल कौन है? आप जानते हैं? आपको तो मालूम है, निर्मल मीना की सहेली है। निर्मल कौन है? मीना की सहेली। इसलिए प्रिय कहकर मीना निर्मल का संबोधन करती है। यहां का विषय क्या है? इस पत्र का विषय क्या है? बोलो। जन्मदिन है ना? जन्मदिन। अच्छा, किसका जन्मदिन है? बोलिए। गुलमोहर के पेड़ का जन्मदिन। ठीक है। अच्छा, सबसे नीचे देखिए, सबसे नीचे स्वनिर्देश में अपना नाम लिखेंगे। अच्छा, आपके पत्र में आपने सबसे नीचे अपना नाम तो लिखा होगा, देखो। सब में लिखा है ना? ठीक है, बहुत अच्छी बात है। गुलमोहर के जन्मदिन पर हमने कई पोस्टर तैयार किए। ആദ്യം നമ്മൾ ഒരു പോസ്റ്ററിനായിട്ടൊരു പേപ്പർ എടുക്കുന്നു. എടുത്തുവല്ലോ. നോക്കൂ, അതിൽ ഗുൽമോഹർ കെ പേട് കി 5वीं വർഷഗാണ്ട്. നോക്കൂ, ആ അക്ഷരങ്ങളുടെ വലിപ്പ വ്യത്യാസം നോക്കൂ, അതിലെ നിറവ്യത്യാസം നോക്കൂ, ഭംഗിയായിട്ടുണ്ടല്ലേ? ഇതുപോലെ അക്ഷരത്തിൽ വ്യത്യസ്തത പുലർത്തണം.
നന്നായിരിക്കും കാണാൻ. ഇനി എന്താ വിഷയമായിട്ട് എഴുതുക? വിഷയമാണ് വർഷഗാഠ്, ജന്മദിൻ. ഗുൽമോഹറിൻ്റെ. എങ്കിൽ പിന്നെ ഗുൽമോഹറിൻ്റെ ഒരു ചിത്രം കൂടി ആയാലോ? നോക്കൂ, ഇപ്പോൾ ആ ചിത്രം കൂടി അവിടെ നമ്മൾ വെച്ചു. ഇനി എന്താ? ഇനി ചടങ്ങിൻ്റെ സമയവും തീയതിയും സ്ഥലവും ചേർക്കണ്ടേ? തീയതിയായി, നോക്കൂ, സമയമായി, സ്ഥലവുമായി. ഇനി എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ എന്തെഴുതും? സബ്കാ സ്വാഗത് ഹൈ. ഇതൊരു കാര്യപരിപാടിയുടെ പോസ്റ്ററാണ്. സന്ദേശങ്ങളുടെ പോസ്റ്ററുകൾ, അതിലിപ്പോൾ സമയവും സ്ഥലവും വേണമെന്ന് നിർബന്ധമില്ല. നോക്കൂ, ഇതൊക്കെയാണ് ആ സന്ദേശങ്ങൾ വരുന്ന പോസ്റ്ററുകൾ. ദിനാചരണങ്ങളുടെ പോസ്റ്ററുകളും നല്ല നല്ല സന്ദേശങ്ങൾ തരുന്ന പോസ്റ്ററുകൾ. उसके बाद हमने पेड़ों के संरक्षण की आवश्यकता पर लेख भी लिखे. बधाई कार्ड के आकलन बिंदुओं पर हमने चर्चा की. निमंत्रण पत्र की विशेषताओं पर भी बातें हुई. ഗ്രീറ്റിംഗ്സ് കാർഡ്, അതായത് ബധായി കാർഡ്, അതിൻ്റെ നിർമ്മാണത്തിലൂടെയാണ് നമ്മൾ പാഠത്തിലേക്ക് കടന്നത്. കഥയിലൂടെ തന്നെ നമ്മൾ ക്ഷണക്കത്തും പോസ്റ്ററും കത്തും എഴുതി लेखनത്തിലേക്ക് കടന്നു. प्यारे बच्चों, मुझे मालूम है ये कहानी पसंद आई है ना? पिछली कक्षा में मैंने आपसे कहा था गुलमोहर का जन्मदिन, इस पाठ से संबंधित कुछ बातें मैं आपको बताऊंगा. क्या कहा था? हां, मैं आपको बताऊंगा. देखिए, मैंने इसे बोर्ड पर लिखा है. क्यों? बोलिए, क्या आप इस वाक्य से परिचित हैं? क्या आपने ऐसे वाक्य कहीं देखे हैं? याद कीजिए. हां, मैं तुम्हें सारी कहानी बता दूंगी. अच्छा, जरूर आऊंगी. ഞാൻ നിനക്ക് എല്ലാ കഥയും പറഞ്ഞു തരാം. ഞാൻ തീർച്ചയായും വരും. ഇത് തിരിച്ചറിഞ്ഞുവോ? ഈ വാക്യം ആര് പറയുന്നതാണ്? ഓർക്കുന്നില്ലേ? ഹാ, മീന തൻ്റെ കൂട്ടുകാരിയോട് പറയുന്ന വാക്യമാണ്. ഗുൽമോഹറിന്റെ ജന്മദിനത്തെക്കുറിച്ച് നിർമ്മൽ ചോദിക്കുമ്പോൾ മീന നൽകുന്ന മറുപടി. രണ്ടാമത്തെ വാക്യം നിർമ്മൽ നൽകുന്ന മറുപടിയാണ്. എന്താ ഈ വാക്യത്തിന്റെ പ്രത്യേകത? ഒന്ന് നോക്കൂ, ഒന്ന് ചിന്തിക്കൂ നിങ്ങള്. ആ, വരാൻ പോകുന്ന സമയത്ത് നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഇതിൽ സൂചനയുള്ളത്. ശരിയല്ലേ? ഒന്ന് നോക്കൂ. मैं तुम्हें सारी कहानी बता दूंगी. अच्छा, जरूर आऊंगी. ഞാൻ നിനക്ക് എല്ലാ കഥയും പറഞ്ഞു തരാം. ഞാൻ തീർച്ചയായും വരും. ഈ രണ്ട് വാക്യങ്ങളും
ഭാവി കാലത്തിൽ നടക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ട് നടക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മുടെ പുസ്തകത്തിലെ ആ 17ാമത്തെ പേജ് ഒന്ന് നോക്കൂ. എടുത്തു? അതൊന്ന് ഞാൻ വായിക്കാം, ഒന്ന് ശ്രദ്ധിച്ചേ. വാക്യ ചുൻകർ ലിഖേ, मैं तुम्हें सारी कहानी बता दूंगी, अच्छा जरूर आऊंगी. എന്താ നിർദ്ദേശം നോക്കൂ. രേഖാങ്കിത് अंश पर ध्यान दे, पाठ भाग से ऐसे वाक्य चुनकर लिखे. ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കുക. ഇത്തരം വാക്കുകൾ നമ്മുടെ പാഠപുസ്തകത്തിൽ ആ പാഠത്തിൽ ഉണ്ടെങ്കിൽ അതിനെ എടുത്തെഴുതാനാണ് പറയുന്നത്. നമ്മുടെ ഈ കഥയിൽ ഇത്തരം പ്രയോഗങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അതൊന്ന് നോക്കൂ. एक दिन जरूर फूल आएंगे, मां इसको जरूर कटवा देंगी, मेरे गुलमोहर पर फूल आएंगे, गुलमोहर की 5वीं वर्षगांठ मनाऊंगी, अपनी सहेलियों को दावत दूंगी. കണ്ടു? इस पाठ में ऐसे प्रयोग आए हैं. ഇതിന് മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നോക്കിയാലോ? ഇതാ നോക്കൂ. ഈ തന്നിരിക്കുന്ന സ്ലൈഡ് ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ 2 ബോക്സ് ഉണ്ട് അല്ലേ, പച്ചയും ചുവപ്പും. ആ പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്ന ബോക്സിലെ എല്ലാ വാക്യങ്ങളും പുല്ലിംഗമാണ്, ചുവന്നതിലോ സ്ത്രീലിംഗ വാക്യങ്ങളാണ്. നോക്കൂ, നമ്മളിപ്പോൾ പഠിച്ച രീതി അനുസരിച്ച് ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കൂ. मैं जाऊंगा സ്ത്രീലിംഗമാണെങ്കിൽ मैं जाऊंगी, तुम गाओगे तुम गाओगी, लड़का आम खाएगा लड़की आम खाएगी, हम पढ़ेंगे हम पढ़ेंगी, वे हिंदी लिखेंगे वे हिंदी लिखेंगी. മനസ്സിലായോ? ഇതൊരു മാതൃകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതും മനസ്സിലാക്കിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റ് ചെയ്താലോ? നോക്കൂ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട വർക്ക്ഷീറ്റ്. അതിലും 2 ബോക്സ് ഉണ്ട്. ഒന്നാമത്തെ ബോക്സിൽ പുല്ലിംഗ വാക്യങ്ങളാണ്, രണ്ടാമത്തെ ബോക്സിൽ സ്ത്രീലിംഗ വാക്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ പുല്ലിംഗ വാക്യമായ मैं गीत गाऊंगा मैं गीत ഡാഷ്. രണ്ടാമത്തതോ തും ഡാഷ്, അതിൻ്റെ സ്ത്രീലിംഗം എന്താ? തും പഠോഗി. രാജു സേബ് ഖായേഗ നേഹ സേബ് ഡാഷ്. ഹം ഡാഷ് हम नाचेंगी वे पाठ लिखेंगे वे पाठ ഡാഷ്. ശരി, ഒന്ന് എഴുതി നോക്കൂ. എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ടീച്ചറടുത്ത് ചോദിച്ചാൽ ടീച്ചർ അത് ശരിക്ക് പറഞ്ഞു തരും കേട്ടോ. ശരി കുട്ടികളെ, നമ്മുടെ പുസ്തകത്തിലെ ഈ പേജിൽ തന്നെയുള്ള മറ്റൊരു പ്രവർത്തനം നോക്കാം. അതെന്താണ്? ഒന്ന് ശ്രദ്ധിക്കുക. वाक्यों पर ध्यान दे, पेड़ लगने के कुछ समय बाद एक में से पीले रंग के फूल निकल आए. मां ने माली से कहा कि इसकी जगह पर दूसरा गुलमोहर लगाओ. घर तैयार हो जाने के बाद मां ने बगीचा लगवाया. रेखांकित अंशों पर ध्यान दे, पाठ भाग से ऐसे वाक्य छांट कर लिखे. നോക്കൂ, ഇതില് ഈ പാരഗ്രാഫിൽ കുറച്ച് വാക്കുകളുടെ അടിയിൽ വര ഇട്ടിട്ടുണ്ട്.
ഇത്തരം വാക്കുകൾ നമ്മുടെ പാഠപുസ്തകത്തിലെ ഈ പാഠത്തിലുണ്ട്. അവ തിരഞ്ഞെടുത്ത് ഇവിടെ എഴുതണം. കുട്ടികളെ, ഇവിടെ പറയുന്ന ഈ വാക്കുകളുടെ പ്രത്യേകത മനസ്സിലായോ? പേട് ലഗ്ന, ലഗാന, ലഗവാന. ഒരു വാക്കിൻ്റെ 3 രൂപങ്ങളാണ്. ഇത് പ്രയോഗിച്ച സന്ദർഭം ഒന്ന് നോക്കാം. ആദ്യത്തെ പേട് ലഗ്നെ കെ കുച്ച് സമയ ബാദ്, അതായത് ചെടി നട്ട് കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അടുത്ത എന്താ? ഗുൽമോഹർ ലഗാവോ എന്ന് മീനയുടെ അമ്മ മാലിയോട് ഗുൽമോഹർ എന്ന ചെടി നടാൻ നിർദ്ദേശിക്കുകയാണ്. അടുത്തത് ബഗീച്ച ലഗവായ എന്ന വാക്ക് ഏത് സന്ദർഭത്തിലാണ് പറയുന്നത് എന്ന് നോക്കാം. ഇവിടെ എന്താ അർത്ഥം വരുന്നത്? അമ്മ മാലിയെ കൊണ്ട് പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ചു, അല്ലേ? മനസ്സിലായല്ലോ ആ 3 അർത്ഥവും. ഇനി നോക്കാം. കർണ, കരാന, കർവാന. എന്താണ്? കർണ, കരാന, കർവാന. എന്താ ഇതിൻ്റെ അർത്ഥം? കർണ ചെയ്യുക, കരാന ചെയ്യിക്കുക, കർവാന ചെയ്യിപ്പിക്കുക. മനസ്സിലായോ? ശരി, എങ്കിൽ നമുക്കൊരു വർക്ക്ഷീറ്റ് നോക്കിയാലോ. നമൂനെ കെ അനുസാർ ലിഖേ കർണ, കരാന, കർവാന. താഴെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ലിഖ്ന, അത് കഴിഞ്ഞിട്ട് ഡാഷ്, പിന്നെന്താ? ലിഖ്വാന. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ലിഖ്ന കഴിഞ്ഞ അടുത്ത രൂപം എഴുതണം. ചൽന, ചലാന, ഡാഷ്. അടുത്തതോ ഡാഷ്, ജഗാന, ജഗവാന. അപ്പോൾ ഇത് നന്നായിട്ട് എഴുതുമല്ലോ. മുകളിൽ കൊടുത്തിരിക്കുന്ന ആ നമൂന നോക്കി, മാതൃക നോക്കി കൂട്ടുകാർക്ക് ഇത് പൂരിപ്പിക്കാം. ചെയ്യുമല്ലോ. ശരി കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കവിത ഇഷ്ടമായോ? ഐക്യത്തിന്റെ സന്ദേശം പറയുന്ന ആ കവിത എല്ലാ പേർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. കവിത കൈസി ലഗി? അച്ഛി ലഗീന? ശരി, എങ്കിൽ നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് നോക്കിയാലോ. എന്താണ്? നിമ്നലിഖിത് അർത്ഥവാലി പങ്ക്തിയാ ചുനെ. നിമ്നലിഖിത് അർത്ഥവാലി പങ്ക്തിയാ ചുനെ. നമ്മുടെ പുസ്തകത്തിലെ കവിതയുടെ തിരഞ്ഞെടുത്ത വരികളുടെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. 1. एक ही सूरज की किरणें कलियों को खिलाती है. एक ही सूरज की किरणें कलियों को खिलाती है. मिलकर रहने में ही शोभा है. एक ही पवन के पल्लों में झूलकर हम पले हैं. एक ही पवन के पल्लों में झूलकर हम पले हैं. एक ही चांद की चांदनी हमको नहलाती है. एक ही चांद की चांदनी हमको नहलाती है. तो ये वर्कशीट देखें. यहां कविता के कुछ पंक्तियों के अर्थ है. उन्हें समझकर कविता की पंक्तियों को चुनना है. ठीक है, एक मैं बताता हूं. पहला क्या है? देखो, एक ही सूरज की किरणें कलियों को खिलाती है. एक ही सूरज की किरणें कलियों को खिलाती है. अच्छा ये बताओ, कविता में इसकी पंक्तियां कौन सी है? देखिए, सूरज एक हमारा जिसकी किरणें उसकी कली खिलाती. सूरज एक हमारा जिसकी किरणें उसकी कली खिलाती. अच्छा, इस प्रकार आप अन्य पंक्तियां समझकर लिख सकते हैं. ठीक है ना?
നോക്കൂ കുട്ടികളെ, ഈ രണ്ട് പാഠങ്ങളും നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. അതിലെ ആശയവും അർത്ഥവും പ്രവർത്തനവും ഒക്കെ നമ്മൾ നന്നായി അവതരിപ്പിച്ചു. നിങ്ങളത് നന്നായി മനസ്സിലാക്കി എന്ന് കരുതുന്നു. അധ്യാപകർ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് തരുന്ന പ്രവർത്തനങ്ങൾ അതെല്ലാം ഭംഗിയായി നിങ്ങൾ ചെയ്യണം. ചെയ്യുമല്ലോ? പിന്നെ ഈ അവസ്ഥയൊക്കെ മാറും, നമ്മൾ വീണ്ടും മുന്നേറും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദം.